അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സമയത്ത് നമ്മളോടൊപ്പം ആയിരിക്കാനും നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിച്ച് നല്ലൊരു സന്ദേശം മാതാവിനെ പറ്റി നല്ലൊരു സന്ദേശം നമുക്ക് നൽകാനും അച്ഛൻ നമ്മളോട് നിന്നപ്പോൾ നമ്മുടെ ഈ നിമിഷം ധന്യമായിരിക്കുകയാണ് ചെയ്യുക. ഒരുപാട് സംസാരിച്ച് നമ്മൾ ദീപിപ്പിക്കുന്നില്ല. ഇറങ്ങിയ വേളയിൽ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ വീട്ടിലേക്ക് വന്ന ജപമാല ഈ പ്രാർത്ഥനയിലേക്ക് വന്ന അച്ഛനെ നിങ്ങളെല്ലാവരും നമ്മുടെ വാർഡിൻ്റെ പേരിൽ ആർത്തവമായിട്ട് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. അച്ഛനും എല്ലാ മാതാപിതാക്കൾക്കും മക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യും. പ്രാർത്ഥിക്കാൻ കേക്ക് കെട്ടൽ സെറമണിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കേക്ക് കെട്ടിയതിനു വേണ്ടി ഇവിടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ക്ഷണിക്കുന്നു. ഈ ജൂബിലി ആഘോഷിക്കുന്നതോടൊപ്പം ആഘോഷിക്കുവാനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ലൊരു കൈയ്യടിയോട് കൂടി അച്ഛനെ സ്വീകരിക്കാം. നമ്മുടെ ചാറവാടിൻ്റെ പ്രസിഡൻ്റായ ജോണി ചേട്ടനെ അച്ഛനെ ഒരു പൊന്നാടി നീക്കാൻ ക്ഷണിക്കുന്നു. നമുക്ക് കേക്കുകളെല്ലാം കൊടുക്കാം. അതോടൊപ്പം തന്നെ അച്ഛനൊരു ആശംസ പറയാൻ വേണ്ടിയിട്ട് ഷിബു സാറെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ജോഷി അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. വൈദിക ജീവിതത്തിൽ 25 വർഷം അച്ഛൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ ഡിസംബറിൽ പൂർത്തിയാവുമെന്നാണ് അറിയുന്നത്. ജൂബിലി സിൽവർ ജൂബിലി അല്ലേ, സിൽവർ ജൂബിലിയാണ് ആഘോഷിക്കുന്നത്. ഒരു ഇടവകയിലെ അംഗങ്ങളെല്ലാം നയിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് ചിലപ്പോൾ കാര്യമൊന്നുമല്ല. നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്ര കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു 100-300 കുടുംബങ്ങളുള്ള ഇടവകയെ നയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ അത്രയും ശക്തിയുള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ദൈവാനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ 25 വർഷം പല ഇടവകളിലായിട്ട് അച്ഛൻ പൂർത്തിയാക്കി. ഇപ്പോൾ നമ്മുടെ പുൽപ്പള്ളി ഇടവകയ്ക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് അച്ഛൻ്റെ സേവനം. ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്ന അച്ഛൻ്റെ പ്രസംഗമാണ്. കുർബാന സൂപ്പറാണെന്നറിയാലോ. അല്ലാണ്ട് പ്രസംഗത്തിന് മുമ്പ് അച്ഛൻ്റെ കഥ പറയും, എന്തെങ്കിലും ഒരു നല്ലൊരു കഥ പറയും. ഞാനത് അടിച്ചു മാറ്റി സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിലെ പിള്ളേരോട് പറയാറുണ്ട്. നല്ല നല്ല കഥകൾ ശേഖരിച്ച് നമ്മൾ വായിച്ചാലും നമ്മൾ ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു കഥ നമ്മൾ മനസ്സിൽ തട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു ഗുണപാഠ കഥ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും അതിൻ്റെ സംഭാഷണം ആരംഭിക്കുന്നത്. ഇന്നും അങ്ങനെ ഉണ്ടായിരുന്നു. നല്ലൊരു കഥ പറഞ്ഞു നമുക്ക് ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ മാതാവിൻ്റെ കൂടെയായിരിക്കും. ചൊല്ലി കഴിയുമ്പോൾ മാതാവ് നമ്മളോടൊപ്പം ആയിരിക്കും. എനിക്കൊരു പുതിയ അറിവായിരുന്നു, നല്ല ആശയം എനിക്ക് കിട്ടി. അപ്പോൾ ഇതുപോലെ കൊച്ചു കൊച്ചു ഉപദേശങ്ങളിലൂടെയാണ് അച്ഛൻ നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു പൗരോഹിത്യ വർഷത്തിലെ ഈ 25 വർഷം പൂർത്തിയാക്കുന്ന അച്ഛന് എല്ലാവിധ ആശംസ അർപ്പിക്കുകയാണ്. ഇനിയും 50 വർഷം എങ്കിലും പൂർത്തിയാക്കാൻ ഇടവരട്ടെന്ന് ആശംസിക്കുന്നു. എനിക്കറിയില്ല അങ്ങനെ പൂർത്തിയാക്കിയവരുണ്ടോയെന്ന്, എങ്കിലും അങ്ങനെ വരട്ടെന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും അച്ഛനുണ്ടാവട്ടെ. താങ്ക് യു. മാതാവായ കന്യാമറിയത്തോടുള്ള എൻ്റെ ഭക്തിയും വണക്കവും ഉറപ്പുന്നതായിട്ടാണല്ലോ എല്ലാ വർഷവും ഒക്ടോബർ മാസം ജപമാല മാസമായി നാം ആചരിക്കുന്നത്. ഇന്നേ ദിവസം യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിൽ കന്യാമറിയത്തിനുള്ള പങ്കിനെ കുറിച്ചും പിന്നെ വിശ്വാസം നിറഞ്ഞ അമ്മയുടെ ജീവിത മാതൃകയെ കുറിച്ചും ക്രിസ്തു വിശ്വസിക്കുന്ന എല്ലാവരുടെയും അമ്മയെ മാറുന്നതിനെ കുറിച്ചും നമുക്ക്
പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കാം. ഗബ്രിയേൽ മാലാഖ സദ്വാർത്തയുമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ കന്യാമറിയം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുകയും മാംസമായി വരുന്നത് വരെ അനുസരണയോടെ തന്റെ ജീവിതം നയിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വചനം സ്വീകരിച്ച് യേശുവിനെ ഗർഭം ധരിച്ചുകൊണ്ട് അവൾ ദൈവമാതാവായി തീർന്നു. രക്ഷാകര പദ്ധതി കാനായിലെ വെള്ളം വീഞ്ഞാക്കിയ സംഭവം പോലെ മറിയത്തിന് ഒരു സഹരക്ഷയുടെ സ്ഥാനമുണ്ട്. പക്ഷെ അവരുടെ ജീവിതം നമുക്ക് ഒരു മാതൃകയാണ്. വിശുദ്ധിയും എളിമയും നിറഞ്ഞ ഹൃദയങ്ങളാണ് ദൈവം തേടുന്നത്. ഇതിന്റെ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. ഗോഗുൽത്താമലയിൽ കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശു തന്റെ മരണത്തിന് മുമ്പ് യോഹന്നാൻ സ്ലീഹയോട് മറിയത്തെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത് തന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അമ്മയെ പരിശുദ്ധ മറിയത്തെ നൽകാനായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് പ്രത്യാശ നൽകുന്നു. ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മുടെ വിശുദ്ധമായ ജീവിത സാക്ഷ്യം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ദൈവസാന്നിധ്യത്തിന്റെ ആനന്ദമേകാനും നമുക്ക് സാധിക്കണം. വിശ്വാസ ജീവിതത്തിൽ മാതൃവാത്സല്യത്തോടെ തുണയെ അമ്മ നമുക്കൊപ്പമുണ്ട്. അമ്മയുടെ മാതൃത്വവും മാതൃത്വവും നമുക്ക് ശക്തിയും പ്രോത്സാഹനവും നൽകുന്നു. ജമാല ഭക്തിയോടെ ചൊല്ലിക്കൊണ്ട് ഈ മാതൃത്വവും മാതൃത്വവും നമുക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും പരിശുദ്ധ മാതാവിന്റെ മാതൃത്വം വഴി എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷം തന്റെ വൈദിക ജീവിതത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോഷി അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. നന്ദി, നമസ്കാരം. ഈശോയെ കുറിച്ച് ഒരു കഥ ചൊല്ലാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരാട്ടുടേന്റെ കഥയാണ്. ഒരിടത്ത് ഒരു ആട്ടുടയനുണ്ടായിരുന്നു. ആ ആട്ടുടയൻ 100 ആടുകളും ഉണ്ടായിരുന്നു. ആ ആടുകളെ സ്വന്തം ജീവനെക്കാട്ടും അധികം സ്നേഹിച്ചിരുന്നു. എന്നും പ്രഭാതത്തിൽ പച്ചപ്പുൽ മേടുകളിൽ തീറ്റുവാൻ കൊണ്ടുപോയ ആടുകളെ അവർക്ക് ദാഹിക്കുമ്പോൾ തെളിഞ്ഞ ജലാശയവും കാണിച്ചു കൊടുത്തിരുന്നു. അവരെ സുഭിക്ഷമായി പരിപാലിച്ചു. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചിരുന്നപ്പോൾ ഒരു ആട്ടുകുഞ്ഞ് കൂട്ടം തെറ്റിപ്പോയി. അതറിഞ്ഞപ്പോൾ ആട്ടുടയന് വളരെ സങ്കടമായി. അങ്ങനെ ആട്ടുടയന് ബാക്കി എല്ലാ ആടുകളെയും മലമുകളിൽ വിട്ടിട്ട് കൂട്ടം തെറ്റി ആടിനെ അന്വേഷിച്ചു. അവൻ കുറെ മറ്റു സ്ഥലങ്ങളിൽ തേടി നടന്നു. ആട്ടുകുഞ്ഞിനെ തേടി നടന്നു. അവസാനം ആട്ടുകുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ സന്തോഷത്തോടെ വിളിച്ചു. ഒടുവിൽ അതിനെ തോളിലേറ്റി വളരെയധികം സന്തോഷിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ആട്ടിടയനാണ് നമ്മുടെ ഈശോ. ആടുകൾ നാം ഓരോരുത്തരും. നമ്മൾ ഒരാൾ പോലും വഴിതെറ്റി നശിച്ചു പോവാൻ സാഹിബ് ഇഷ്ടപ്പെട്ടില്ല. അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ അവിരാമം മുഴങ്ങുന്നു. ഷഡ്ജമകാര സ്വരവരാ
ഉൾക്കടമാകെ ആഴമാം ശാന്തമാം സ്വർഗീയനാദമേ പ്രണാമം പ്രണാമം ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ ആദിമവചനത്തിൻ ശങ്കുലിനാദത്തിൻ ആദ്യമുണർന്നു ഈയുലകം സത്യസനാതന നാദതരംഗത്തിൻ ആകാശഗോളങ്ങൾ രൂപിതമാ ആദിപരമ്പൊരുളീ ജീവനുറവിടമേ ആദിപരമ്പൊരുളീ ജീവനുറവിടമേ വേദങ്ങൾ പാടുവാൻ ഈ സർവധർമ്മ നിത്യ സത്യമേ വേദങ്ങൾ പാടുവാൻ ഈ സർവധർമ്മ നിത്യ സത്യമേ മമ ഹൃദയത്തിൻ തമ്പുരുവിൽ നീ ആദിമനാദത്തിൻ പാവന ശ്രുതിയിലലിഞ്ഞു സ്വയം സ്വരസാഗരമായി താപുകളുകൾ പാടുന്നു നിത്യ ചൈതന്യമേ ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ മതദർശനങ്ങളിൽ മണ്ണിലുണർന്നു മോക്ഷമമി മാർഗം ധ്യാനിക്കുവാൻ വേദസഗ്രന്ഥങ്ങളാകെ നിറഞ്ഞു മോക്ഷമമി മാർഗം ധ്യാനിക്കുവാൻ അറിവിനുറവിടമേ ജീവനുറവിടമേ അറിവിനുറവിടമേ ജീവനുറവിടമേ ജന്മങ്ങൾ തേടും സ്നേഹഗീതമീ രക്ഷകേകും രക്തപുഷ്പം ജന്മങ്ങൾ തേടും സ്നേഹഗീതമീ രക്ഷകേകും രക്തപുഷ്പം മമ ഹൃദയത്തിൻ തമ്പുരുവിൽ നീ ആദിമനാദത്തിൻ പാവന ശ്രുതിയിലലിഞ്ഞു സ്വയം സ്വരസാഗരമായ താപുകളുകൾ പാടുന്നു നിത്യ ചൈതന്യമേ ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ അവിരാമം മുഴങ്ങുന്നു ഷഡ്ജമാലാര സ്വരവരമായ ഉൾക്കടമാകെ ആഴമാം ശാന്തമാം സ്വർഗീയനാദമേ പ്രണാമം പ്രണാമം ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ സമ്മാനം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട വികാരത്തിനെ ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് മിഷൻ ലീഗിൻ്റെ രൂപതാ മത്സരത്തിൽ സംഗീതത്തിൽ 1ാം സ്ഥാനം നേടിയ ജോഷുവ മുഴിച്ചാൽ അദ്ദേഹം ക്ഷണിക്കുന്നു. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കട്ടെ. ഉപജില്ലാ ശാസ്ത്രമേളയിൽ 3rd A ഗ്രേഡും ലഭിച്ച അനി തൊണ്ണമാക്കൽ.
നസറേത്തിൻ നാട്ടിലെ പാവന മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പോവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമരുണ്ണിപ്പോവായി. മന്നാകെയും കാക്കുവാനോ മന പൈതൽ വന്നേ. മാർത്തേ പാരിതിൻ പെറ്റമ്മ കണ്ടേയോ, പീഡാനൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിപ്പുകൾ പാടും ഞങ്ങളോ, ഓരോ ഓർവിനും പേരായോളേ മറിയേ. നസറേത്തിൻ നാട്ടിലെ പാവന മേരി മാതേ, സിയോനിൻ നാഥനു പാതയായി മാറുന്നോളേ. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, പുൽക്കൂട്ടിലെ താരക കണ്ടിലെ വാത്സല്യമേ.
കുഞ്ഞുമക്കളെ എല്ലാവരുമായിട്ട് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇതൊരു മനോഹരമായിട്ടാണ് ഇന്ന് അച്ഛൻ്റെ ജൂബിലിയാണെങ്കിലും വളരെ മനോഹരമായിട്ട് നമ്മൾ ആഘോഷിച്ചു. അതുപോലെ തന്നെ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനം, അതുപോലെ ആദരിക്കേണ്ടവരെ ആദരിച്ച് ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുത്തൊക്കെ നമ്മൾ ഒരുമിച്ചൊരു കൂട്ടായ്മ മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ബിനോയ് ഇവിടെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഏതൊരു പ്രാർത്ഥനയ്ക്കും ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നുണ്ടെന്ന്. ഈ ഒരു ഐക്യം എന്നും നിലനിൽക്കട്ടെ. ഈ ഐക്യത്തിൻ്റെ ഒരു ബലം നമ്മുടെ ഈ വാർഡിൽ എപ്പോഴും ഉണ്ടാകും. എനിക്ക് തോന്നുക ഇടവകയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന ഒരു വാർഡാണ് നമ്മുടെ മികച്ച ഗായകൻ, അതുപോലെ തന്നെ സെക്രട്ടറി, വേദപാഠത്തിൻ്റെ പ്രധാന അധ്യാപകൻ എന്നിങ്ങനെ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ. ഈ പ്രാവശ്യം മിഷലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അഭിമാനമാണ് ജോഷ. കാരണം ഞാൻ പറഞ്ഞാൽ എത്തിക്കാറുണ്ട്. അപ്പോൾ തൊടുന്നതെല്ലാം ദൈവം അവന് ഉയർത്താറുണ്ട്. നമുക്കെല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ഒപ്പം ഒത്തിരിയേറെ മക്കൾ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഒരു പാട്ടുകാരും മക്കളുണ്ട്. ഒരു പാട്ടുകാരുടെ എനിക്ക് ഒരു കുടുംബമാണ് വളർന്നത്. അപ്പോൾ ഒത്തിരി അഭിമാനം തോന്നുന്നു. നിങ്ങളുടെ വാർഡ് ഇനിയും ഒന്നിച്ച് ഉയരങ്ങളിലോട്ട് പറക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ വിജയാവിശ്വാസങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി മാതാവിൻ്റെ ജപമാലയുടെ നിമിഷം ജപമാലയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ മോശമാണല്ലോ. നമുക്കറിയാം, നമ്മുടെ ജപമാല നമുക്ക് കഴുത്തിലണിയുമ്പോൾ അതൊരു ആഭരണമാണ്, കയ്യിലെടുക്കുമ്പോൾ അതൊരു ആയുധമാണ്. അപ്പോൾ ആഭരണവും ആയുധവുമായ ജപമാലയെ എപ്പോഴും നമുക്ക് സ്നേഹിക്കാം, നെഞ്ചോട് ചേർത്ത് വെക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു വിശ്വാസത്തിൻ്റെ തീര് തെളിക്കുന്ന നേരാളിയായിട്ട് പരിശുദ്ധമ്മ മാറട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട പ്രിയമുള്ള സിസ്റ്റേഴ്സ്, എനിക്ക് വാർഡിൻ്റെ ഭാരവാഹികളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പ്രത്യേകമായി നമ്മുടെ വികാരിയച്ഛൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ജൂബിലി വർഷമായതുകൊണ്ട് അച്ഛനെ ഒന്ന് ആദരിക്കുക എന്നായിരുന്നു പ്രധാന ലക്ഷ്യം. എങ്കിൽ പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ യൂണിറ്റിലേക്ക് വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന് എല്ലാ നന്ദി അർപ്പിക്കുന്നു. കൂടാതെ നമ്മുടെ സിസ്റ്റേഴ്സ്, എല്ലാ ദിവസവും സിസ്റ്ററിന് വരാൻ പറ്റിയില്ലെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞു വിട്ടാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ സിസ്റ്ററിനും സിസ്റ്ററിൻ്റെ കോൺഗ്രേഷൻ മഠത്തിലെ എല്ലാ സിസ്റ്റേഴ്സിനും നന്ദി അർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എല്ലാ മാതാപിതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥന നടത്തുവാൻ സഹകരിച്ച, വീടൊരുക്കിയ, വളരെ ആത്മാർത്ഥതയോടെ വീടൊരുക്കി തന്ന എല്ലാ കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ ഇന്നത്തെ പ്രാർത്ഥനയിൽ വീടൊരുക്കി തന്ന ഈ കുടുംബാംഗങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോയുടെ കരങ്ങളിലേക്ക് എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു.